പൂർണ്ണ ഹൃദയത്തോടുകൂടെ. അപ്പൊ ദൈവത്തെ നമ്മൾ സ്തുതിക്കേണ്ടത് എങ്ങനെയാണ്? പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കണം. നമുക്കൊരു പാട്ട് പാടാം, നമുക്ക് ദൈവത്തെ ആരാധിക്കാം എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ, ഓ എന്തൊരു പാട്ട്, എപ്പോഴും പാട്ട് പാടണല്ലേ, എപ്പോഴും ആരാധനയല്ലേ, ഒരു മടുപ്പ്, ഒരു തളർച്ച. ഇത്രയും പാടണോ, ഇത്രയും സ്തുതിക്കണോ, കയ്യടിക്കണോ, അന്യഭാഷ പറയണോ? ഒരു സുഖമില്ല. അപ്പോൾ അങ്ങനൊരു മനോഭാവമാണ് നമുക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പൂർണ്ണ ഹൃദയം നമുക്കില്ല. കർത്താവ് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞതെന്താണ്? ഉദാസീനതയോടെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. നമ്മൾ എന്ത് ചെയ്താലും, പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും പ്രസംഗിച്ചാലും നമ്മൾ സുവിശേഷം പറയാൻ പോയാലും നമ്മളൊരു ബിസിനസ് ചെയ്താലും എല്ലാം ചത്തേ ചതഞ്ഞേ എന്നുള്ള ഒരു നിലവാരത്തിൽ നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ഉത്സാഹത്തോടെ ചെയ്യണം, ഉണർവോടുകൂടെ ചെയ്യണം. സദൃശവാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു, ആരുടെ കൈയാണ് സമ്പത്തുണ്ടാക്കുന്നത്? ഉത്സാഹിയുടെ കൈ. ഉത്സാഹത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്താലും പ്രിയപ്പെട്ടവരെ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരിക്കും. എന്നാൽ നമ്മളൊരു അയ്യോ എനിക്ക് വയ്യ പറ്റില്ല വിലക്കിനോ ചെയ്താൽ വല്ല അനുഗ്രഹം ഉണ്ടാവോ? ഉണ്ടാവില്ല. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടത്, ദൈവത്തെ നമ്മൾ സ്തുതിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. അപ്പോസ്തലനായ പൗലോസും ശീലാസും സുവിശേഷ നിമിത്തം അവർ ജയിലിലായി. അവർ വേറൊരു തെറ്റും ചെയ്തില്ല, സുവിശേഷം പറഞ്ഞു, ഒരു വിടുതലൊക്കെ കൊടുത്തു, ഇത്രേ ഉള്ളൂ. അവർ ചെയ്ത തെറ്റതാണ്. പക്ഷേ ജയിലിലായതുകൊണ്ട് ആരാധിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ആരാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അവർ കരുതിയില്ല. അർദ്ധരാത്രിയായപ്പോൾ പൂർണ്ണ ഹൃദയത്തിന്റെ ഉടമകളായിരുന്ന ആ രണ്ടപ്പോസ്തലന്മാര് പാടാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവിടെ എന്തെല്ലാം സംഭവിച്ചു? എന്തെല്ലാം അത്ഭുതങ്ങളാണ് അവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ആ ഭൂകമ്പവും ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയതും ആ ചങ്ങലകൾ, തടവുപുള്ളികളുടെ മേൽ കെട്ടിയിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണതും ആ ഡോറുകൾ തുറന്നുപോയതും അത്രയും വലിയ സംഭവങ്ങൾ നടന്നത്? പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തെ ആ രണ്ട് ദൈവദാസന്മാർ ആ ജയിലറയ്ക്കുള്ളിൽ അവർ ആരാധിക്കാൻ തയ്യാറായപ്പോൾ അവിടെ സ്വർഗത്തിന് ഇറങ്ങി വരേണ്ടി വന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത്, സഭയ്ക്കകത്ത് പൂർണ്ണ ഹൃദയത്തോടെ, ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ, പാട്ടുപാടിയാൽ, ആരാധിച്ചാൽ, മഹത്വപ്പെടുത്തിയാൽ, സ്തോത്രം ചെയ്താൽ നിങ്ങളുടെ രോഗങ്ങൾ മാറും, നിങ്ങളുടെ പ്രതിബന്ധങ്ങൾ മാറും, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ ശരീരത്തിലുള്ള രോഗത്തിനൊക്കെ സൗഖ്യം നൽകാൻ മരുന്നുകൾക്കും ഡോക്ടർമാർക്കും ഒരു പരിധിയുണ്ട്. ഞാനത് പറയാം. ഇത്രയും ആശുപത്രികൾ കൂണുപോലെ ലോകം മുഴുവനും നമ്മുടെ നാട്ടിലും ഉണ്ട്. നമ്മളൊക്കെ ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പൈസ മൊത്തം അവർ വാങ്ങിച്ചെടുക്കും. എന്തിനു പറയാൻ പറ്റുമോ? മൊത്തം വാങ്ങിച്ചെടുക്കും, പിന്നെ കൊടുത്തിട്ട് പോരേണ്ടി വരും. പക്ഷേ ഇത്രയും വലിയ സംവിധാനങ്ങളും കണ്ടുപിടുത്തങ്ങളും മരുന്നുകളും ഉപകരണങ്ങളൊക്കെ ഉണ്ടായിട്ട്, ഞാൻ പറയട്ടെ, പോളിയോ ബാധിച്ച് കാല് തളർന്നു പോയ ഒത്തിരി മനുഷ്യരുണ്ടല്ലോ, ഇവരുടെ കാല് നേരെയാക്കിയതായിട്ട് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പോളിയോ ബാധിച്ച് കാല് തളർന്നു പോയവൻ മുടന്തനായിട്ട് ജീവിതകാലം മുഴുവൻ നടക്കും. കൂടി വന്നാൽ അവന് സ്ട്രക്ചർ വായിച്ചു കൊടുക്കും, അതിൽ കൂടുതലൊന്നുമില്ല. അവന് കാല് പഴയതുപോലെ ആക്കാൻ, ആരോഗ്യമുള്ള കാലാക്കി മാറ്റാൻ ഇന്നത്തെ ശാസ്ത്രത്തിന്, ഇന്നത്തെ ആശുപത്രികൾക്ക്, ഇന്നത്തെ ഒരു പഠനത്തിനും കഴിഞ്ഞിട്ടില്ല. ഇതാണ് ലോകത്തിന്റെ സ്ഥിതി. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ ശക്തിയുടെ മുമ്പാകെ ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അപ്പോസ്തലന്മാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോയപ്പോൾ ഒരു പാവപ്പെട്ട മുടന്തനായ മനുഷ്യൻ യാചിച്ചു, എന്തെങ്കിലും ഒരു തരണം. പാവപ്പെട്ട അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഒരു പൈസയില്ലായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ നിനക്ക് തരാൻ ഒന്നുമില്ല,
പക്ഷേ ഞങ്ങളുടെ കയ്യിൽ വേറൊന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ യേശുവുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവുണ്ട്. അതുകൊണ്ട് അവനെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവന്റെ മുടന്തു മാറി. അവൻ നടന്ന് തുള്ളി സ്തുതിച്ച് ആരാധിച്ച് അവരോടൊപ്പം ആരാധനയ്ക്ക് പോയി. കണ്ടോ? അപ്പൊ ദൈവത്തെ സ്തുതിച്ചാൽ എന്തുണ്ട്? വിടുതലുണ്ട്, രോഗശാന്തിയുണ്ട്. മാറാത്ത രോഗം മാറും, മാറാത്ത പ്രശ്നം മാറും, ബന്ധനങ്ങൾ മാറും, പോരാട്ടങ്ങൾ മാറും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ബൈബിൾ ഉടനീളം നമുക്ക് കാണാൻ പറ്റും. ആദ്യം മുതൽ അവസാനം വരെ കാണാൻ പറ്റും. എവിടെയെല്ലാം ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടോ? എരിഹോ മതിൽ തകർന്നു വീണു, ഇല്ലേ? എരിഹോ മതിൽ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ മതിലാണ്. അത് തകർന്നു വീണെന്ന് എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കള് ഒരു ബുൾഡോസർ വന്നിടിച്ചോ? ഒന്നും ചെയ്തില്ല. അവര് സ്തുതിച്ചു കൊണ്ട് നടന്നു. സ്തോത്രം. സ്തുതിക്കൂ, ദൈവത്തെ ആരാധിക്കൂ, ദൈവത്തെ മഹത്വപ്പെടുത്തൂ. വേറെ ആരും നോക്കണ്ട. അടുത്തിരിക്കുന്നവൻ ആരാധിച്ചില്ലെങ്കിലും നമുക്കതൊന്നും പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ ദൈവമാണ് വലുത്, ക്രിസ്തുവാണ് വലുത്. ആ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി ആരാധിച്ചാൽ വിടുതൽ 100% ഉറപ്പാണ്. അപ്പൊ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, ഒരു ഉദാസീനതയും പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ 10-30 വർഷം മുമ്പ് വിശ്വാസത്തിൽ വന്ന ആളാ. അന്ന് ഇത്രയും സഭകളൊന്നും ഈ നാട്ടിലില്ല. തോപ്പുംപടിയിൽ ഒരു കൊച്ചു പാസ്റ്റർ എന്നൊരാളുണ്ടായിരുന്നു. അപ്പം അയാൾ ഒരു സൈക്കിളുമായിട്ട് എന്നെയും കൂട്ടി. അന്ന് നമുക്കൊന്നും അറിയാൻ പാടില്ല. തോപ്പുംപടി ഭാഗത്ത് അദ്ദേഹം സുവിശേഷം പറയാനായി പോകും. അന്ന് ഇന്നത്തെ പോലെ മൈക്കില്ല. ഈ മനുഷ്യൻ ഓരോ ബസ് സ്റ്റോപ്പിലും പോയിട്ട് കൈയടിച്ച് ആ മനുഷ്യൻ പാടും. അപ്പം കൂടെ നിൽക്കുന്ന എനിക്ക് നാണക്കേടാണ്. കാരണം ആൾക്കാർ മൊത്തം ഞങ്ങൾ രണ്ടിനും നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇയാളുടെ പുറകിൽ ഇങ്ങനെ നിൽക്കും. പക്ഷെ ഇയാൾക്ക് നാണമില്ല. ഇയാൾ കൈയടിച്ച് പാടി. നമ്മുടെ ഇന്നത്തെ ക്രിസ്ത്യാനി അതിങ്ങനെ പാടി ശേഷം ഭയങ്കര ശബ്ദം പുള്ളിക്ക്, മൈക്കൊന്നും വേണ്ട, ഭയങ്കര ശബ്ദത്തിൽ യേശുവിന്റെ സുവിശേഷം പറയും. ആൾക്കാരെല്ലാം ഇവന്മാർ കുറെ 2 ഭ്രാന്തന്മാർ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഒരു 10-15 സ്ഥലങ്ങളിൽ പുള്ളി നടത്തി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പുള്ളിയുടെ പുറകെ നിൽക്കും. പക്ഷെ പുള്ളി എന്നെ വലിച്ചുകൊണ്ട് പോകും. അവസാനം എനിക്കൊരു കാര്യം മനസ്സിലായി, ലജ്ജിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാനും പുള്ളിയോടൊപ്പം നല്ല പാട്ടൊക്കെ പാടി ഒച്ചത്തിൽ വിളിച്ചു പറയരുത്. ഇന്ന് ആ ഭാഗത്ത് എല്ലാ വീട്ടിലും സഭയാണ്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായി എന്ത് ചെയ്താലും അതിൻ്റെ ഫലം നമുക്ക് കാണുവാനായി സാധിക്കും.